സത്യത്തിൽ അവിടെ ഏറ്റവും നല്ല പട്ടിപ്പണി എടുക്കുന്നത് ഈ ഷാനവാസും അനീഷുമാണ്. ഇന്ന് അവിടെ കിടന്നു കഴിഞ്ഞതിന് ശേഷം നാളെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, അങ്ങനൊന്നും നടന്നിട്ടേ കാണത്തില്ല, ഞാൻ പോയി അവിടെ കിടന്ന് നോക്കിയതല്ലേ. ഈ ചേച്ചി വന്നത് ഈ ആര്യനെയും ജിസേലിനെയും വെളുപ്പിക്കാനാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ഹോട്ടൽ ടാസ്ക് നടക്കുകയാണ്. അവിടുത്തെ പ്രധാന ഗസ്റ്റുകളാണ് ഒന്ന് ശോഭ എന്നുവെച്ചാൽ ശോഭ, രണ്ട് ഷിയാസ് കരീം. ഇവർ രണ്ടുപേരുമാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ചെയ്ത എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശോഭ വരുന്നത് ഈ പറഞ്ഞ ആര്യനെ വെളുപ്പിക്കാനാണ് എന്നുള്ളത്. അതിനുള്ള ശരിയായ തെളിവുകൾ ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ശോഭ വന്ന ഉടൻ തന്നെ തൻ്റെ അനിയനെ എന്നുവെച്ചാൽ അനിയനും ചേച്ചിയും എന്നുവെച്ചാൽ പല പ്രാവശ്യം ചേച്ചി 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 എന്ന് അറിയാതെ ആണെങ്കിലും ഈ പറയുന്ന ആര്യന്റെ നാവിൽ നിന്ന് വരുന്നുണ്ട്. ഇവര് ചേച്ചി അനിയൻ ബന്ധമാണ് വെളിയിലും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല ഇന്റർവ്യൂസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ആര്യനെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുന്നത്. എനിക്ക് വേണ്ടപ്പെട്ടൊരു പയ്യൻ അതിനകത്തുണ്ട്, കളിക്കട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ആര്യനെ എങ്ങനെയും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ശോഭ അവിടെ വന്നിരിക്കുന്നത്. ഇനി ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ വെളുപ്പിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വന്ന ഉടനെ തന്നെ ശോഭ ഒരു സാരിത്തുമ്പും കൊടുത്ത് ശോഭയുടെ കൂട്ടത്തിൽ അങ്ങ് ആര്യനെ കൂട്ടി. ആ സാരിത്തുമ്പ് കൊടുത്തതിൽ എനിക്ക് മനസ്സിലായത്, നീ ഒരാളുടെ സാരിത്തുമ്പായിട്ടാണ് നടക്കുന്നത്, അങ്ങനെ വെളിയിൽ ഒരു ചർച്ചയുണ്ട്, അത് ഇൻഡയറക്റ്റ് ആയിട്ട് അവനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ ആ പൊട്ടൻ അത് മനസ്സിലാവത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ ജിസേലിന് അവിടെ ഒരു റോളും ഇല്ലാതെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ജിസേലിന് അവിടെ യാതൊരു റോളും ഇല്ല. ഈ ടാസ്ക് തുടങ്ങുന്നത് മുതൽ എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ തോക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കണം, അതായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ചെക്ക് ചെയ്യണം, ഇതായിരുന്നു റോള്. പക്ഷെ ജിസേലിന് അവിടെ ഒരനക്കവും ഇല്ലായിരുന്നു. ഈ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു ഈ പറയുന്ന ആര്യനെ കൂടെ കൊണ്ട് നടന്നിട്ട് ആര്യനെ കുറച്ച് പുകഴ്ത്തി സംസാരിക്കുകയും മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ഈ പറയുന്ന ലക്ഷ്മിയെ താഴ്ത്താൻ വേണ്ടി, ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഈ ശോഭ ചെയ്തിട്ടുണ്ട്. ശോഭയുടെ വിചാരം വെളിയിൽ പക്ക നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ടാണെങ്കിലും ആ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ഞാൻ നോക്കിയിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളൂ. ഒന്ന്, നിന്റെ ഒന്നും വീട്ടിൽ കയറ്റത്തില്ലല്ലോ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അല്ലാത്തതിലെല്ലാം ലക്ഷ്മി ഉറച്ചു തന്നെയാണ് നിന്നത്. എന്നുവെച്ചാൽ അത് നോർമലൈസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ലാലേട്ടന്റെ മുന്നിൽ പറയുകയും ചെയ്തു. അത് അവരുടെ അഭിപ്രായമാണ്, അത് നമ്മൾ സമ്മതിച്ചു. അതിന്റെ പേരിൽ ഇപ്പോൾ നെഗറ്റീവാണ് എന്ന് വെച്ചാൽ ആ പറഞ്ഞ ഒരു വാക്കിലാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്. പക്ഷേ ഇത് നെഗറ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ട് അകത്ത് പോയിട്ട്, എനിക്ക് തോന്നുന്നു ഈ ആദില നൂറയുടെ ഫാൻസുകളും കുറച്ച് ഫാൻസുകാരൊക്കെ എന്നെ ഇനി സപ്പോർട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ലക്ഷ്മിയെ മാക്സിമം ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലക്ഷ്മിയെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നാറുന്നു, പോയി കുളിച്ചിട്ട് വരൂ. എനിക്ക് തോന്നുന്നു ആ ഉദ്ദേശം, മനസ്സ് മൊത്തവും നിങ്ങളുടെ അഴുക്കാണ്, അപ്പൊ ഒന്ന് കുളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവിടെ ലക്ഷ്മി വരുന്നുണ്ട്. അതിനുശേഷം പിന്നെയും പറയുന്നുണ്ട്, ഓ ഇത് കാക്കക്കുളിയാണ്, നല്ലതുപോലെ കുളിച്ചിട്ട് വരൂ, അഴുക്കുകളൊക്കെ ഒന്ന് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ലക്ഷ്മിയുടെ മനസ്സിലുള്ള അഴുക്കുകളെല്ലാം പോകട്ടെ എന്നായിരിക്കാം ഈ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ശോഭ പെർഫെക്റ്റ് ആണോ? ശോഭയാണ് ഒരു 10 പ്രാവശ്യം കുളിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് സീസൺ 5 എന്തൊക്കെയാണ് ഇവര് ഈ ശോഭ കാണിച്ചിട്ട് പോയത് എന്നുള്ളത്. അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. ആ ഇറിറ്റേറ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മാരാർ അവിടെ കപ്പടിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാരാറായിരുന്നു ആ സീസണിൽ കപ്പടിക്കാൻ യോഗ്യനും. പക്ഷെ ഇപ്പോഴും അത് ശോഭ സമ്മതിക്കാൻ തയ്യാറല്ല, അത് വേറെ കാര്യം. അപ്പം ശോഭ കുറച്ചു പേരുടെ സപ്പോർട്ട് എനിക്ക് വെളിയിൽ നിന്നും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവിടെ വന്നിട്ട് ഈ അവിടുത്തെ ജനറൽ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ഈ ലക്ഷ്മിയെ കാണുമ്പോൾ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ വേറൊന്നും കൊണ്ടല്ല, വെളിയിൽ നെഗറ്റീവ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് അകത്ത് പോയിട്ട് ഒരു നാടകം കളിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് വേണം, അല്ലാതെ സപ്പോർട്ട് വേണമെന്നുള്ള രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, ലക്ഷ്മി എന്ത് ചെയ്തിട്ടാണ്? ലക്ഷ്മിയുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ള കാര്യം കറക്റ്റാണ്. ലക്ഷ്മിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് സത്യമല്ലേ? ഇപ്പം ഈ പറയുന്ന എല്ലാവരും ഇവരെ അംഗീകരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞ ആദില നൂറയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം. അതൊക്കെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അകത്ത് പോയിട്ട് ആദില നൂറെ അംഗീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരെ വീട്ടിൽ കയറ്റുന്നു എന്നുള്ളവർ കൈവെക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം കൈ വെക്കുന്നുണ്ട്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്, കൈ വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വെളിയിൽ ഒരു കയ്യടി കിട്ടാൻ വേണ്ടി ശോഭ അകത്ത് കാണിച്ചു വിടുന്ന കാട്ടലുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ആര്യനും റെനയും തമ്മിൽ ഒരു വിഷയം ഉണ്ടായത്. അതെന്തായാലും വെളിയിൽ നിന്ന് കണ്ടിട്ടാണല്ലോ ശോഭ
ഈ ശോഭ അകത്തോട്ട് പോയിരിക്കുന്നത്. ശോഭ അകത്തോട്ട് പോയിട്ട് ഇതൊന്ന് കോംപ്രമൈസിങ് രീതിയിൽ, എന്ന് വെച്ചാൽ വെളിയിലാണ് ഈ പ്രശ്നങ്ങൾ, അകത്ത് ഇവിടെ ആർക്കും ഒരു വിഷയമില്ല എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു നാടകം കളിക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, റെനെ വിളിച്ചിട്ട് ശോഭ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ മൊത്തവും കാര്യങ്ങൾ ബി ന്യൂസ് എന്നുള്ള രീതിയിൽ എന്നോട് പറയാൻ പറയുന്നു. ആ സമയത്ത് അവിടെ റെന അവിടുത്തെ ആഴ്ചയിൽ നടന്ന പല വിഷയങ്ങളും അവിടെ പറയുന്നുണ്ട്. അഭിലാഷും നൂറയും തമ്മിലുണ്ടായിരുന്ന വിഷയം, അതുപോലെ തന്നെ ആര്യനും റെനയും തമ്മിലുള്ള വിഷയവും അവിടെ റെന പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ആര്യൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ശോഭയുടെ മേത്ത് കൂടി ഒന്ന് ജമ്പ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഈ ബെഡിന്റെ മുകളിൽ കൂടി ചാടുന്നത് തന്നെയാണോ പണി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അല്ലെ, നമ്മളെല്ലാം കാണണമല്ലോ അത് ഷൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഷിയാസ് അവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ ഷിയാസ് ചോദിക്കുന്നു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ റെനയുടെ മുകളിലേക്ക് ഈ ആര്യൻ ചാടിയ വിഷയം അവിടെ പറയുന്നു. അപ്പൊ റെന ആ വിഷയം അവിടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശോഭ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വിഷയമൊന്നുമില്ലല്ലോ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട് ആയിരുന്നില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ റെന പറയുന്നുണ്ട് എന്നോട് അവൻ സോറി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞു. അപ്പം ആര്യം പറഞ്ഞുണ്ട് ഞാൻ മാത്രമല്ല അവളും എന്നോട് സോറി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ ഇനി യാതൊരു പ്രശ്നമില്ലല്ലോ, പ്രശ്നമെല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ശോഭ സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ശോഭയാണോ അവിടെ തീരുമാനിക്കുന്നത് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇപ്പോൾ അകത്ത് പറഞ്ഞു വിട്ടതുപോലെയാണ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കി വെളിയിൽ വരുന്നത്. വെളിയിൽ ഇത് സിമ്പിൾ വിഷയമാക്കി തീർക്കണം. ഇപ്പൊ വെളിയിൽ ഈ സംസാരം നടക്കുന്നുണ്ടല്ലോ, ആര്യൻ ചെയ്തത് തെറ്റാണ്, ആര്യൻ ചെയ്തത് 100% തെറ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ആര്യൻ ഒരു പെണ്ണ് അവിടെ കിടക്കുമ്പോൾ അതിന്റെ മേളിൽ കൂടി എന്ത് ഇന്റൻഷനിലായിക്കോട്ടെ മാറി കിടക്കാൻ പറയുന്ന ഒരു മര്യാദയുണ്ട്. പക്ഷെ അവൻ അതിന്റെ മുകളിൽ കൂടി ചാടി ടച്ച് ചെയ്യുന്നില്ലെന്ന് പലരും വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, ടച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഞാൻ ആ സ്ലോ മോഷനിൽ ആ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്, ഞാൻ കണ്ടതുമാണ്. അത് പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. റെനയുടെ കാല് വരെ ഇങ്ങനെ ഇതാവുന്നുണ്ട്, റെനയുടെ കാലിന്റെ മേളിൽ കൂടി കാലെടുത്ത് ഇടുന്നുമുണ്ട്. പെട്ടെന്ന് ഇവൻ വന്നൊരു അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞെട്ടി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന റെനയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് എങ്ങനെയെങ്കിലും അവിടെ പറഞ്ഞ് അല്ലെങ്കിൽ വെളിയിൽ ഒന്ന് അറിയിക്കണം. ആര്യൻ അതൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ്, ആര്യൻ ഇതൊക്കെ ചുമ്മാ എപ്പോഴും ഉള്ളതാ, അല്ലാതെ ആര്യൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല എന്ന് വെളിയിൽ അറിയിക്കാൻ വേണ്ടി നടത്തുന്ന ശോഭയുടെ ഷോ എന്ന് വെച്ചാൽ ശോഭയുടെ ഷോ നാടകം ആണ് ഇന്ന് അവിടെ നടന്നത്. അതുപോലെ ജിസേലിനെ വിളിപ്പിക്കാൻ, ജിസേലിന് ഇവിടെ യാതൊരു റോളുമില്ല, ആദ്യം മുതലേ ചുമ്മാ നിൽക്കുകയാണ്, ഹോട്ടൽ ടാസ്കില് തോക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ, കണ്ടന്റ് ഉണ്ടാക്കാനേ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ശോഭ വന്ന് ഒരു കണ്ടന്റ് അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. എന്നുവെച്ചാൽ ആര്യനെ ഒരുപാട് താങ്ങി നടക്കുന്നു എന്ന് അവിടെയുള്ള വീട്ടുകാരെല്ലാം പ്ലാസ്മ ടിവിക്ക് മുന്നിൽ വന്ന് നിന്ന് കൂടുതൽ പേരും പറയാൻ തുടങ്ങി. ഒരാളിലേക്ക് മാത്രം ശോഭ ചുരുങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയെന്ന് ബിഗ് ബോസ് ഇവരെ കുറിച്ചുള്ള ഗസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ നേരത്ത് പറയുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ഈ ശോഭ എന്ത് ചെയ്തു, നേരെ ഇപ്പൊ ജിസൈലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആര്യൻ അല്ലെങ്കിൽ ഗിസൈൽ, ആര്യന്റെ ഫ്രണ്ട് ആണല്ലോ ഗിസൈൽ. അപ്പം ഗിസൈലിന്റെ നേരേക്ക് തിരിഞ്ഞ് ഇപ്പൊ ഗിസൈലിനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ഗിസൈൽ ആസ് എ ഗുഡ് പ്ലെയർ, ഗിസൈലാണ് നല്ല പ്ലെയർ. ഒരു പ്ലെയറിനെ നമ്മൾ കണ്ടില്ല, എന്ത് സൈസിലാണ് ഗുഡ് പ്ലെയർ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗിസൈലിനെ പറ്റി. എന്നുവെച്ചാൽ ഇന്നത്തെ ടാസ്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ടാസ്കിൽ ഗിസൈലിന് അവിടെ ഒന്നും പെർഫോം ചെയ്യാനില്ല. ഇപ്പൊ ലാസ്റ്റ് നടന്ന എന്താണെന്ന് വെച്ചാൽ ശോഭയെ തോളത്ത് കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ലിവിംഗ് റൂമിലേക്ക് ഇങ്ങനെ തൂക്കിക്കൊണ്ടു പോകുന്നുണ്ട്. കാരണം ബിഗ് ബോസ് വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞ സമയത്ത് ആ സമയത്ത് ആ ടി വിയിൽ പോയി ടച്ച് ആകുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പ്രോപ്പർട്ടീസിൽ അനാവശ്യമായി തൊടാനോ നശിപ്പിക്കാനോ പാടില്ല. ശോഭ അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് ശോഭ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത്, അത് ജിസൈൽ ആയതുകൊണ്ടാണ്. ഈ ആര്യന്റെ സ്വഭാവം തന്നെ ആയിരിക്കുമല്ലോ ആര്യന്റെ ചേച്ചിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിന് വലിയ മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശോഭയെ ഈ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ പ്ലാസ്മ ടിവിയിൽ പോയി തട്ടുന്നുണ്ട്. പ്ലാസ്മ ടി വി താഴെ വീഴാൻ പോകുമ്പോഴത്തേക്ക് ഓടിപ്പോയി ഷിയാസും മറ്റുള്ളവരും അനീഷും ഒക്കെ പോയി അത് പിടിച്ച് അവിടെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. മൈജിയുടെ ബോർഡ് ഇളകി താഴെ വന്നു, അതെടുത്ത് മാറ്റി വെക്കുന്നു. ആ സമയത്താണ് ശോഭ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് ബിഗ് ബോസ് പറയുമ്പോൾ. എന്താ വെച്ചാൽ പുച്ഛം, ഇതേ പുച്ഛമാണ് അവിടെ ആരും ബിഗ് ബോസിനോടും കാണിക്കുന്നത്, മറ്റുള്ളവരോടും കാണിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബിഗ് ബോസേ, ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവിടെ ശോഭ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ചേച്ചി വന്നത് ഈ ആര്യനെയും ജിസേലിനെയും വെളുപ്പിക്കാനാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോള് കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവര് തമ്മിൽ കിസ് ചെയ്യുന്നത് നമ്മൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ബെഡ് തന്നെ തനിക്ക് കിടക്കാൻ വേണമെന്ന് ഇവിടെ ശോഭ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല,
ഇന്ന് അവിടെ കിടന്നു കഴിഞ്ഞതിന് ശേഷം നാളെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, അങ്ങനൊന്നും നടന്നിട്ടേ കാണത്തില്ല, ഞാൻ പോയി അവിടെ കിടന്ന് നോക്കിയതല്ലേ. ഇതൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി കയറ്റിവിട്ടതാണ് ഈ ആര്യനെയും ജിസേലിനെയും വെളുപ്പിക്കുക എന്നുള്ളത്. മറ്റൊരു ഭാഗത്തോടുകൂടി അക്ബറിനെയും എന്നുവെച്ചാൽ അക്ബറിനെ അവിടെ പെർഫോം ചെയ്യാനുള്ള ഒന്നുമില്ല സത്യത്തിൽ. പക്ഷെ അക്ബർ അവിടെ എല്ലാവരെയും വാലിക്ക് ഇങ്ങനെ തൂങ്ങി നടന്ന് അവരുമായിട്ടെല്ലാം കമ്പനി ആയിട്ട് വെക്കുന്നു. ഇവർക്കെല്ലാം സ്റ്റാർ ആണ് ഇവർ കൊടുക്കുന്നത്. അപ്പം കുറച്ച് സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ അക്ബറിന് ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറാൻ പറ്റും. അതുപോലെ തന്നെ അനീഷിനാണെങ്കിൽ സ്റ്റാർ കിട്ടുകയാണെങ്കിൽ ഈ നോമിനേഷൻ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചിട്ടുള്ള ആ ഒരു പരിധിയിൽ നിന്നും മാറാൻ പറ്റും. സത്യത്തിൽ അവിടെ ഏറ്റവും നല്ല പണി എടുക്കുന്നത് ഈ ഷാനവാസും അനീഷുമാണ്. അവർക്ക് എത്ര സ്റ്റാർ കൊടുത്താലും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കൊടുത്തില്ലെങ്കിൽ അത് നന്ദി കേടെന്ന് പറയാൻ പറ്റും. അതുപോലെ പണിയെടുക്കുന്ന രണ്ടുപേരാണ്. അതുപോലെ കിച്ചണില് ഒനിയില് അതുപോലെ പണിയെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നാടകം മാത്രം, ഈ അക്ബർ ഉൾപ്പെടെ. പക്ഷെ ജിസേലിന് ഒന്നുമില്ലാതെ ജിസേലിന് കൊടുത്തു 2 സ്റ്റാർ. ഓർത്തോണം, ഒന്നും ജിസേൽ അതെന്താന്ന് ചോദിച്ചപ്പോ ഷോ പറയുന്നത് പ്ലാസ്മ ടിവിയിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയി തള്ളിയിട്ടതാണെന്ന്. കയ്യിൽ നിന്ന് പോയി ആ രീതിയിൽ 1 സ്റ്റാർ 2 സ്റ്റാർ. ഇത് ഇങ്ങനെയൊക്കെ വിളിപ്പീരുണ്ടോ എന്റെ പൊന്നോ? ഈ വന്നവരും നിന്നവരും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ഞാനിപ്പൊ കണ്ടതിൽ എനിക്ക് മനസ്സിലായത് അനുമോളെ മാത്രമാണ്. ഈ പറഞ്ഞ ഷിയാസ് മാത്രമേ ഉള്ളൂ അനുമോളോട് കുറച്ചൊക്കെ ഒരു കരുണയൊക്കെ കാണിച്ച് നിൽക്കുന്നേ. പക്ഷെ പൂർണ്ണമായിട്ടും ഇല്ല. പക്ഷെ ഇതിനകത്ത് ശോഭ വന്നിരിക്കുന്നത് മൊത്തവും അനുമോളെ നെഗറ്റീവ് ആക്കുക എന്നുള്ള ഒറ്റ ചിന്തയോട് കൂടിയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇനി പോകെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നാളെ ഉച്ചവരെ എങ്ങാണ്ട് ഇവർ അതിനകത്തുണ്ട്. അതിനുള്ളിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഈ ആര്യനെയും ജിസേലിനെയും വെളുപ്പിക്കാനായിട്ട് മാത്രം കയറ്റിവിട്ടതാണ് ഈ ശോഭയെ. ശോഭ വെറും ഒരു ശോഭ ആയിപ്പോയി. എന്ന് വെച്ചാൽ നേരത്തെ നെഗറ്റീവ് ഉണ്ട്, അതിൽ കൂടുതൽ നെഗറ്റീവായിട്ട് ഇനി വെളിയിലോട്ട് പോകുന്നത് ശോഭയായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.